ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് അരി അരക്കാതെയും കുതിർക്കാതെയും വളരെ പെട്ടെന്ന് എങ്ങനെ അരിപ്പൊടി വെച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് 4 കട്ട ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ശർക്കര മെൽറ്റ് ചെയ്തത് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ട്. 3 കട്ട ശർക്കര എടുത്താലും അത്യാവശ്യം മധുരം ഉണ്ടാവും. ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അളവ് 250 ml ആണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അതിന് പകരം എള്ള് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒരു 2 ഏലക്കായ ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ ഒരു ഗ്ലാസ് ശർക്കര പാനി ഒഴിച്ചതിൻ്റെ പുറമെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് അപ്പസോഡ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണമെങ്കിൽ ഇത് ഇപ്പം തന്നെ ചുട്ടെടുക്കാം. ഞാൻ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇത് 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ ഒരു സൈഡ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതൊരു പപ്പടക്കോല് വെച്ച് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ 2 സൈഡും ആയി കഴിഞ്ഞാൽ നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ഉണ്ണിയപ്പം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഇനി അരി വെള്ളത്തിലിടാനും അരക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണത്.